അമരാവതിയിൽ വന്നപ്പോൾ കണ്ട പള്ളിയാണ് അമരാവതി സെൻറ്റ് ജോസഫ് ചർച്ച്. ഇവിടെ ഒരു പിയാത്ത കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ പള്ളി, കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട പള്ളിയാണ്. നമ്മൾ കാഞ്ഞിരപ്പള്ളി കുരിശുമലയൊക്കെ കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രോട്ടോയുടെ മുമ്പിലാണ് ഞാനുള്ളത്. പിയാത്തായുടെ ഒരു ശില്പം കൊടുത്തിരിക്കുന്നു. വിശ്വവിഖ്യാത ശില്പിയായ ലിയോണോ ഡാവിഞ്ചി നിർമ്മിച്ച ആ ശില്പത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഈ വഴിക്ക് മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് പോകാനത്രയും പോകാം എന്ന് വിചാരിക്കുന്നു. ഒരു 30 കിലോമീറ്ററിലും പോയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പം നമ്മൾ നേരെ അമരാവതിയിൽ നിന്നും മൂന്നാറിലേക്ക് ജോബിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കിടക്കുന്ന ഭാഗത്തോട്ട് കോടമഞ്ഞ് വന്ന് കയറിയത് കണ്ടോ. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഫുള്ള് കോടമഞ്ഞായി. ഈ കോടമഞ്ഞിൻ്റെ ഇടയിലാണ് മൂടിപ്പതിച്ച് കിടക്കുന്നത്. ഒടുക്കത്തെ മഴയായിരുന്നു. അവസാന മഴയും കഴിഞ്ഞ് കോട കയറി ഒന്നും കാണത്തില്ലാത്ത പരുവത്തിലായി. കോടയുടെ ഒരു അപഹാരം കണ്ടോ. ഒരു സാധനം കാണത്തില്ല. ഈ പ്രദേശം മുഴുവൻ പള്ളി, ഇവിടെ തൊട്ടടുത്തുള്ള പള്ളി വരെ കാണാൻ മേലാത്ത പരുവത്തിലായി കോട കയറിയിട്ട്. അപ്പോഴത്തെ ഇതാണ് പരുവം. നമ്മൾ കിടക്കുന്ന സ്ഥലം ഈ ഓഡിറ്റോറിയത്തിലാണ്. അച്ഛൻ ഇന്ന് താഴെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അച്ഛാ ഇതാ അവസ്ഥ, പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അച്ഛൻ അവിടെ കിടന്നോളാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പം മിക്കവാറും 2-3 ദിവസത്തേക്ക് അടുപ്പിച്ച് മഴയായിരിക്കും. നമുക്ക് മുൻപ് നമ്മുടെ കോട്ടയം ജില്ല എന്നുള്ളൊരു പള്ളിയിൽ നിന്ന് കിട്ടിയതിൻ്റെ നേരെ വിപരീതം അനുഭവമാണ് ഇവിടെ കിട്ടുന്നത്. ഇതിലും കഷ്ടം പിടിച്ചാണ് ഞാൻ അന്ന് അവിടെ കിടന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മഴയത്ത് നനഞ്ഞ് കയറി ചെന്നതാണ്. ഇതാണ് പുറ്റടിയിലെ രാമക്കൽമേടിനുള്ള റോഡാണ് താഴെ കാണുന്നത്. ഇപ്പോഴും ഒരു ഇച്ചിരി മഴ തോന്നിട്ടുണ്ട്. എന്താ കിടക്കുന്ന കിടപ്പ് കണ്ടോ. കോടയാണ് മോനെ, കോട. എന്താ വെള്ളം കൂടി അടിച്ച് കയറിയിരിക്കുന്നു. ഇവിടെ പിള്ളേരുടെ ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ കോർട്ടൊക്കെ കാണാം. 2 കോർട്ടുണ്ട്. അതുപോലെ തന്നെ പിള്ളേർ ഇവിടെ ഗുസ്തിയുടെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മഴയായതുകൊണ്ടൊക്കെ വന്നിട്ടില്ല. ഇന്ന് അതുപോലെ തന്നെ ഇവിടെയാണ് ഇടുക്കി ജില്ല റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ പള്ളിയിലാണ്, പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ. അത് നടന്നോ ഇല്ലയെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് മഴയായിരുന്നു. നമ്മളിവിടെയാണ് നിറഞ്ഞു കൂടി കിടക്കുന്നത്. കുഞ്ഞ് ഇതേണ്ട തണുത്ത് വിറച്ച് കിടപ്പുണ്ട് പാവം. സൈക്കിളൊക്കെ നമ്മൾ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ചാണ് ഇന്ന് കുക്ക് ചെയ്തത്. ഭയങ്കര കാറ്റായതുകൊണ്ട് ബേസ് ബോർഡൊക്കെ മടക്കി വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ രാത്രിയിലോട്ട് കഴിപ്പൊന്നുമില്ല. അവിടെ പായ കയറി കിടക്കല്ലെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല. അവിടെ കിടക്കടി കള്ളി പെണ്ണെ. ഭയങ്കര വഴക്കാളി ആയിക്കൊണ്ടിരിക്കുക. അനുസരണ കുറവാണ്. വലിയൊരു
തണുപ്പൊക്കെ ഇപ്പോൾ അവൾക്ക് പ്രശ്നമില്ലാതായി കേട്ടോ. ആദ്യത്തെ ഒരു തുമ്മലും ചീറ്റലും ഒക്കെ പോയി. ഇപ്പോൾ ചുന്ദരിക്കുട്ടിയായി. ചുന്ദരിക്കുട്ടി ഇന്ന് ഞാൻ നല്ലതായിട്ട് ചീകുകയൊക്കെ ചെയ്തുകൊണ്ട് ചുന്ദരിക്കുട്ടിയായി കിടക്കുക. അവിടെ ചവിട്ടും ചുന്ദരിക്കുട്ടിയാണ്. ക്യാമറ കാണുമ്പോഴേക്കും അവൾ എത്ര ഡീസൻ്റാന്ന് നോക്കി. ഓ, ക്യാമറ കാണുമ്പോൾ വളരെ ഡീസൻ്റാണ് നോക്കി. എന്നൊക്കെയാണ് കാണിക്കുന്നു നോക്കി. അവൾക്കറിയാം ക്യാമറ. തുമ്മു തിരിഞ്ഞ് കിടക്കാൻ പറഞ്ഞാൽ കേൾക്കുകയല്ല. എന്നൊക്കെ ഒന്ന് തിരിഞ്ഞ് കിടന്നുകൂടെ? അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിക്കേ. അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാം, അല്ലെങ്കിൽ മൂക്ക് കാറ്റടിച്ച് കയറും. കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. ചി എടി, അപ്പുറത്തോട്ട് തിരിഞ്ഞ് കിടന്നാൽ തുമ്മുമോ? ഇല്ലല്ലോ. കുഞ്ഞി, വാ വാ. മഞ്ഞൊക്കെ മാറി മഴയായിട്ടുണ്ട്. അപ്പോൾ മാനമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മാനം തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എന്താ അവസ്ഥയെന്നറിയില്ല. അപ്പോഴത്തെ നമ്മളുള്ളത് പുറ്റടി പള്ളിയിലാണ്. പുറ്റടി വേളാങ്കണ്ണി മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവിടെ ഇടതടവില്ലാതെ മഴയായിരുന്നു. ഇന്നലെയാണ് മഴയൊന്ന് കുറഞ്ഞത്. അപ്പോൾ അതുവരെ ഇവിടെ താമസിക്കാൻ അവസരം തന്ന ഇവിടുത്തെ വികാരിയച്ഛൻ, ദേവസ്യാച്ചൻ വികാരിയച്ഛനാണ്. അദ്ദേഹത്തോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ വന്ന് ചോദിച്ചപ്പോഴേ കുഴപ്പമൊന്നുമില്ല, ഇവിടെ കിടന്നോളൂ, താഴെ ഓഡിറ്റോറിയമുണ്ട്, അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞ് എന്നെ വളരെ സ്നേഹത്തോടെ സഹായിച്ച അച്ഛനാണ്. അച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ഈ പെരുമഴയത്ത് ഇവിടെ തന്നെയാണ് കിടന്നത്. ഇതാണ് പുറ്റടിയിലെ ആ മനോഹരമായ ദേവാലയം. ഈ മാതാവിൻ്റെ പള്ളിയിലെ ഓഡിറ്റോറിയത്തിലാണ് ഞാൻ ഇത്രയും ദിവസം കിടന്നത്. അപ്പോൾ അച്ഛനിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛനിപ്പോൾ വലിയ തിരക്കിലാണ്. ഞാൻ ചോദിച്ചായിരുന്നു അച്ഛനോട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് തിരക്കാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ സൺഡേ സ്കൂൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയുടെ മുൻവശത്താണുള്ളത്. ഇതിപ്പോൾ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഗ്രോട്ടോയാണ്. പള്ളിയോട് ചേർന്ന് തന്നെ നമ്മൾ കയറി വരുന്ന വഴിയിൽ തന്നെയാണ് ഈ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നത്. പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ചെടികളൊക്കെ നിൽപ്പുണ്ട്. സൂപ്പറാണ് കാണാൻ. ഇത് കണ്ടോ, നിലത്തെല്ലാം പൂക്കൾ വീണ് കിടക്കുകയാണ്. ഇതാണ് മാതാവിൻ്റെ ഗ്രോട്ടോ.
വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട പള്ളിയാണ്. നമുക്ക് പല പള്ളികളിൽ നിന്നും പല അനുഭവങ്ങളാണെങ്കിലും ഇവിടെ നിന്ന് കിട്ടിയ ആ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. കാരണം നമ്മൾ വരുന്ന വഴിയിൽ വാഗമണിനടുത്തുള്ള തീക്കോയി അടുത്തുള്ള സ്ഥലത്ത് വെച്ച് ഒരു പള്ളിയിൽ പോയി കിടക്കാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ വളരെ മോശമായ രീതിയിലാണ് നമ്മളോട് പെരുമാറിയത്. അത് ഞാൻ പക്ഷേ അന്ന് എനിക്ക് ഉപകാരം ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ഒരു +2 പഠിക്കുന്ന ഒരു പയ്യൻ. ആ പയ്യൻ വന്ന് വീട്ടിൽ പോയിട്ട്, അന്ന് മഴയായതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ആ കുഞ്ഞ് വീട്ടിൽ പോയിട്ട് ഏത്തക്കാപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു അനുഭവം അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ജീവിതത്തിലെ വലിയ വലിയ അനുഭവങ്ങളിൽ പെട്ടതാണത്. കാരണം അവിടുത്തെ മുതിർന്നവർ വന്നിട്ട്, തൊട്ടടുത്തുള്ള വീട്ടിലെ മുതിർന്ന ആളുകൾ വന്നിട്ട് അവിടെ ബഹളം വെക്കുകയും കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും ചെയ്തെങ്കിലും അത് വെറും ഒരു കുരിശടിയാണ്, ഒരു സാധാരണ കുരിശടിയാണ്. പ്രധാന പള്ളിയല്ല. ഞാൻ പ്രധാന പള്ളിയിൽ നിന്ന് എഴുതി വെച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത്. അത് പാലാരൂപതയിൽപ്പെട്ട ഒരു പള്ളിയാണ്. അവിടെ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞ് കുഴപ്പമില്ല, അദ്ദേഹം അത്രയും തള്ളിക്കയറ്റി വന്നതല്ലേ, സൈക്കിൾ തള്ളിക്കയറ്റി വന്നത് 1.5 കിലോമീറ്ററോളം സൈക്കിൾ മല തള്ളിക്കയറ്റി ചെന്നതാണ്. അത് തള്ളിക്കയറ്റി വന്നതല്ലേ, അതുകൊണ്ട് അവിടെ കിടക്കാൻ അനുവദിച്ചോളൂ, പുറകിൽ സ്റ്റെയർ കേസിൻ്റെ അവിടെ കിടന്നോളാൻ. ആകെപ്പാടെ ഒരാൾക്ക് തിരിയാനുള്ള ഇടയില്ല. 1 മീറ്റർ വീതിയാണല്ലോ നമ്മുടെ സ്റ്റെയർ കേസുകൾക്ക്. 80 സെൻറ്റിമീറ്റർ സ്റ്റെയർ കേസ് വരും. 1 മീറ്റർ ആയിരിക്കും മാക്സിമം വീതി. ആ വീതിയിലുള്ള സ്ഥലത്ത് പോയി കിടക്കാൻ പറഞ്ഞ് നമ്മളേതൊക്കെയാണെങ്കിൽ നമുക്ക് വേറെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കിടന്നു. പക്ഷേ ആ നാട്ടുകാർ നമ്മളോട് കാണിച്ച് വളരെ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഏതായാലും ഒരു പട്ടിക്കുട്ടിയുമായിട്ട് സൈക്കിളിൽ ബോർഡ് എഴുതി വെച്ചിട്ട് ഏതൊക്കെയാലും കുറുവാസംഘം വരില്ലല്ലോ. ഏതായാലും ദുരനുഭവങ്ങൾക്കെല്ലാം വിട പറഞ്ഞുകൊണ്ട് നല്ലൊരനുഭവം തന്ന പുറ്റടിയിലെ ഈ വികാരിയച്ഛനും ഇവിടുത്തെ എല്ലാ കമ്മിറ്റിക്കാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ആ ഓഡിറ്റോറിയത്തിലാണ് ഞാൻ കിടന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ്. കുഞ്ഞ് റെഡിയാണ്, ഞാൻ റെഡിയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ എല്ലാം പോയി കഴിക്കണം. കഴിച്ചിട്ട് ഉടനെ തന്നെ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുന്നതാണ്. ഇവിടെയാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ കിടന്നുറങ്ങിയത്. കാരണം ഭയങ്കര മഴയായിരുന്നു. ഇതാണ് ആ പള്ളി. ഇവിടുത്തെ വികാരിയച്ഛൻ നമ്മളെ ഇവിടെ കിടക്കാൻ അനുവദിച്ചു. അദ്ദേഹത്തിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിവരാത്തതാണ്. 4 ദിവസം നമ്മൾ കിടന്നത് ആ ഓഡിറ്റോറിയത്തിലാണ്. അത് നമ്മൾ നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ അകത്തായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ വന്നതാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഞാൻ യാത്ര തിരിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്, സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. 4 ദിവസം കൂടിയാണ് സൂര്യനെ കാണുന്നത്. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോഴത്തെ വന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ്. കണ്ടോ, പാടമാണ് കേട്ടോ, പാടശേഖരമാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടശേഖരം. അവിടെയൊക്കെ നെല്ലുണ്ട്. അപ്പോഴത്തെ പാടം മുഴുവൻ കോട കയറി കിടക്കുന്ന ഒരു കാഴ്ച, അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. വണ്ടിയൊക്കെ പോകുന്നത്, ഞാൻ കമ്പമേട്ടിനുള്ള റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ റൂട്ടിലാണ് പോകുന്നത്. മൊത്തം കോട കയറി കിടക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ കോടമഞ്ഞിൽ കുളിച്ച് നമ്മൾ കമ്പമേട്ടിലോട്ടുള്ള യാത്രയിലാണ്. കേരള തമിഴ്നാട് ബോർഡറിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കമ്പമേട്ട് കഴിഞ്ഞ് നമ്മൾ രാമക്കൽമേട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ രാമക്കൽമേട്ടിലോട്ടുള്ള യാത്രയിലാണ്. ഇന്ന് ഒരു വ്യൂ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം ഇനിയിപ്പം മഴയുടെ ലക്ഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രമിച്ച് നോക്കാം, അവിടം വരെ എത്താൻ പറ്റുമെന്ന് നോക്കാം. അപ്പോഴത്തെ നമ്മുടെ യാത്ര ഏലക്കാടുകൾക്കിടയിലൂടെയാണ്.
അതെ. ചേട്ടയുടെ പേര് പറഞ്ഞില്ല? രാജേഷ്. എന്റെ പേര് ജോപ്പൻ. ആ ജോപ്പന്റെ യാത്ര. കൂടെ ഒരാളുണ്ട് കേട്ടോ. മിടിക്കുക. ഞാൻ ഒക്ടോബർ 11 ഇറങ്ങിയതാ. മഴ 26 ദിവസം കൊണ്ടുപോയി, ഇന്നലെ അടക്കം. 4 ദിവസമായിട്ട് പുറ്റടി കിടക്കുമായിരുന്നു. പുറ്റടി പള്ളിയില്. പള്ളിയുടെ ഓഡിറ്റോറിയം ഉണ്ടല്ലോ KCBയുടെ മുകളില്, അവിടെ കിടന്നോളാം അച്ഛൻ പറഞ്ഞു. ഒരു ദിവസം കിടക്കാൻ വേണ്ടി ചെന്നതാണ്, 4 ദിവസം കിടന്നാ പോകുന്നത്. ബുധനാഴ്ച ചെന്നതാ. അതൊന്നും നോക്കണ്ട, ഞാൻ ഈ പുറകെ എഴുതി വെച്ചേക്കുന്ന കണ്ടുകൊണ്ട് ഞാനീ പോകുന്നത്. ഇത് പട്ടി അതാകുമ്പോ നമുക്കൊരു സേഫ്റ്റിയാണ്. കൂട്ടിനുമുണ്ട്. കോട്ടയത്ത് നിന്ന് കാശ്മീരിൽ വിടുക. 5ാമത്തെ ജില്ലയാ. 5ാമത്തെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എല്ലാം കഴിഞ്ഞു. ആണോ? ഞാനിങ്ങോട്ട് കേരളത്തിൽ കണ്ടിട്ട് ഇങ്ങോട്ട്. ഇതിന്റെ പേരെന്നെ കുഞ്ഞി. അവളാ 8 വയസ്സുണ്ട്. മീനിയൊക്കെ പൈസ. നിങ്ങളുടെ പേരെന്നാ ഒന്നൂടെ പറഞ്ഞേക്കും? ശരി, മാറിക്കോട്ടെ. ഓക്കെ ഓക്കെ. നമ്മൾ വലിയ താഴെ ട്രെയിനാണ്. നമ്മൾ രക്ഷപ്പെട്ട് കമ്പംമേട്ട് ലക്ഷ്യമാക്കിയാണ് യാത്ര.